സാർ, ഈ ക്ഷേത്രഭൂമിയിൽ ക്ഷേത്രത്തിലെ കാണിക്കപ്പണവും സർക്കാരുകൾക്കെടുത്ത് തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാനുള്ളതല്ല. പറയുന്നത് സുപ്രീം കോടതിയിൽ, പറഞ്ഞത് തമിഴ്നാട് സർക്കാരിനോടാണ്. എന്തുകൊണ്ടാണ് സാർ തമിഴ്നാട് സർക്കാരിനോട് നമ്മുടെ പരമോന്നത നീതിപീഠത്തിന് ഇങ്ങനെ പറയേണ്ടി വന്നത്? അത് ഭരണഘടനാപരമായതുകൊണ്ട്, ഭരണഘടനാപരമായ ഉത്തരവാദിത്വം. ഇവരാണല്ലോ ഭരണഘടന എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് സുപ്രീം കോടതി നിറവേറ്റിയത്. അത്രയേ ഉള്ളൂ. ഇവിടെ തമിഴ്നാട്ടിൽ നടന്നോ? അതേ, ഇത് ക്ഷേത്രങ്ങളിലെ പണം ഉപയോഗിച്ച്, വരുമാനമുണ്ട്, ഭക്തന്മാരിടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് കല്യാണ മണ്ഡപം പണിയുക. കല്യാണ മണ്ഡപം പണിയണമെങ്കിൽ ഭക്തന്മാർക്ക് സ്വന്തമായിട്ടങ്ങ് പണിഞ്ഞാൽ പോരെ. ഇങ്ങനെ ഇഷ്ടം പോലെ പണിഞ്ഞിട്ടുണ്ട് ഭക്തന്മാർ ധാരാളമായിട്ട്. ഗുരുവായൂരൊക്കെ കണ്ടിട്ടില്ലേ എത്രയോ കല്യാണ മണ്ഡപങ്ങൾ അവർ നിർമ്മിച്ചോളും. തമിഴ്നാട് ഗവൺമെന്റ് അതൊരു ബിസിനസ്സും കൂടിയാണ്, വാടകയ്ക്ക് കൊടുത്ത് പണം കിട്ടുമല്ലോ. അത് അവർ ചെയ്തോളും. തമിഴ്നാട് ഗവൺമെന്റ് അത് ക്ഷേത്രത്തിലെ പണം ഉപയോഗിച്ചല്ല അവർ ചെയ്യുന്നത്, സ്വന്തം പണം, പണം. അതുകൊണ്ടാണ് ഈ ഓസിന് 750 കോടി രൂപയുടെ തീവട്ടിക്കൊള്ള നടത്തിയ കുടുംബമാണ് തമിഴ്നാട് ഭരിക്കുന്നത്. കുടുംബം, ആ കുടുംബത്തിനാണെങ്കിൽ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ കുഷ്ഠം പോലെയും കൊറോണ പോലെയും എയ്ഡ്സ് പോലെയും വൈറസാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ആ പണം കുഴപ്പമില്ല, അവിടെ നിന്ന് കിട്ടുന്ന പണം പണ്ടത്തെ ഈ തമ്പുരാക്കന്മാരെ പോലെ അയിത്തമാണ് താണജാതിക്കാരോട്. അതേസമയം അവരുമായിട്ട് സംബന്ധം കൂടുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. സംബന്ധം കൂടുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് വേഴ്ച നടത്തുന്നതിന് യാതൊരു വിധമായിട്ടുള്ള അയിത്തവും ഇല്ല, ഒന്നുമില്ല, തൊട്ടുകൂടായ്മയും ഇല്ല എന്ന് പറയുന്നത് പോലെ ക്ഷേത്രത്തിലെ പണം ഒരു കുഴപ്പമില്ല. സനാതനധർമ്മവും അതിന് സനാതന കുഷ്ഠവുമല്ല, കോവിഡുമല്ല, കൊറോണയും അല്ല, ഒന്നുമല്ല. ആ പണമെടുത്തുകൊണ്ട് കല്യാണ മണ്ഡപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോയി. മധുര ബെഞ്ച്, അവിടെ ബെഞ്ചുണ്ടല്ലോ ഹൈക്കോടതിയുടെ, നമുക്കേ ഉള്ളു ബെഞ്ചില്ലാത്തത്. തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതിക്ക് മധുരയിലൊരു ബെഞ്ചുണ്ട്. ആ ബെഞ്ച് ഓഗസ്റ്റ് 19 ക്ഷേത്രങ്ങളുടെ വിധി ഇതാണ്, അതിൻ്റെ കോപ്പറേറ്റീവ് പാർട്ടി ഇതാണ്: ക്ഷേത്രങ്ങളുടെ പണം ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. വളരെ നന്നായി. അപ്പോൾ ഭരണഘടനാപരമായ വിധിയാണത്. ആ വിധി അതങ്ങനെ സ്വഭാവം ഭരണഘടനയുടെ സ്പിരിറ്റുമായിട്ട് ചേർന്ന് പോകുന്നത് കൊണ്ടാണ് ഇത് റദ്ദാക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചത്. മധുര ഹൈക്കോടതി ബെഞ്ചിന്റെ വിധി സ്റ്റേ ചെയ്യാനോ റദ്ദാക്കാനോ സുപ്രീം കോടതി ഭരണഘടനാ സ്പിരിറ്റ്. സാർ, ഞാൻ മനസ്സിലാക്കുന്നത് 27 ക്ഷേത്രങ്ങളിലെ പണമെടുത്ത് ആ ക്ഷേത്ര ഭൂമിയിൽ തന്നെ, അതത് ക്ഷേത്ര ഭൂമിയിൽ തന്നെ കല്യാണ മണ്ഡപം നിർമ്മിക്കാനായിരുന്നു പരിപാടി. സാർ, ഒരു സംശയം ചോദിക്കട്ടെ. നമ്മളിങ്ങനെ കല്യാണ മണ്ഡപം നിർമ്മിക്കുന്നു, ഇത് വാടകയ്ക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ ഇത് ഈ ക്ഷേത്ര വിശ്വാസികളല്ലാത്തവർക്ക് വാടകയ്ക്ക് കൊടുക്കുമോ? അങ്ങനെ വാടകയ്ക്ക് കൊടുത്താൽ അവർ ഇപ്പോൾ കല്യാണമാണ്, അപ്പോൾ അതിനോടനുബന്ധിച്ച് സദ്യ ഉണ്ടാവും, ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഈ പറയുന്ന ക്ഷേത്ര വിശ്വാസികളല്ലാത്തവർ മത്സ്യമാംസാദികളൊക്കെ അവിടെ കൊണ്ടുവന്ന് വിളമ്പിയാൽ ഇത് ശരിയാകുമോ? ഇത് സത്യത്തിൽ ഈ ക്ഷേത്രങ്ങളോടും ക്ഷേത്ര വിശ്വാസികളോടും ചെയ്യുന്ന ഒരു കടുത്ത അനീതിയല്ലേ വാസ്തവത്തിൽ? സംശയം എന്താ? ഇതാണ് സംഭവം. ഈ പണം എടുക്കുന്നു ഗവൺമെന്റ്, എന്നിട്ട് ഈ വിവാഹ പന്തലുകൾ കെട്ടുന്നു, വിവാഹ ഹാളുകൾ അവിടെ ഉണ്ടാക്കുന്നു. ഈ ഹാളാക്കി കഴിഞ്ഞാൽ പിന്നെ ഭക്തന്മാർക്കോ ക്ഷേത്രങ്ങൾക്കോ അതിൻ്റെ മേൽ ഒരു നിയന്ത്രണവും ഇല്ല. ആരുടെ വേണമെങ്കിൽ കല്യാണം അവിടെ നടത്താം, ബിരിയാണി വിളമ്പാം, ഇറച്ചി വിളമ്പാം. അത് വാടകയ്ക്ക് എടുക്കുന്ന ആളുടെ സ്വാതന്ത്ര്യമാണ്. ഒരു ഭരണഘടനയ്ക്കും പിന്നെ അതിലിടപെടാൻ സാധ്യമല്ല. മനസ്സിലാക്കണം അത് ഗവൺമെന്റിന്റെ സ്വാതന്ത്ര്യത്തിന് ഇഷ്ടമുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കും. ആരാ ചോദ്യം ചെയ്യാൻ? ഭക്തർക്ക് പിന്നെ അതിൻ്റെ മേലെ അവകാശമുണ്ടോ? ക്ഷേത്രവുമായിട്ട് അത് ഡീലിങ്ക് ചെയ്യപ്പെട്ടു. പറഞ്ഞ മനസ്സിലായോ? അത് പിന്നെ ഇഷ്ടമുള്ള ആവശ്യത്തിന് ഉപയോഗിക്കാം. അതാണ് കോടതി ഒരു കാര്യമേ ചൂണ്ടിക്കാണിച്ചുള്ളൂ. വൃത്തികെട്ട പാട്ടുകൾ ഒക്കെ വെക്കുന്ന ഒന്നായിട്ട് ഭക്തിഗാനങ്ങൾ മുഴങ്ങേണ്ട സ്ഥലത്ത് ഭക്തിഗാനങ്ങൾ മുഴക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പണം, ഒരു സംഭാവന, കാണിക്ക, അർപ്പിക്കൽ, അത് ദുരുപയോഗം ചെയ്യപ്പെടും. അവർ എന്തുദ്ദേശത്തിന് കൊടുത്തു അതിൻ്റേതല്ലായിത്തീരും. പക്ഷെ കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞു, നല്ലൊരു കാര്യം, ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. അതായത് അതിനു പകരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ആശുപത്രികളോ നിർമ്മിക്കണം. അല്ലെങ്കിൽ അന്നദാന മണ്ഡപങ്ങൾ അയ്യപ്പ സേവാ സംഘം നടത്തിയതുപോലെ. എന്താണെന്നറിയാം? മാനവ സേവ, മാധവ സേവ.
അന്നദാനം മഹാദാനം അതിൽക്കു മേലെ പട്ടിണി കിടക്കുന്നവർ ഒരു നേരം വന്ന ആഹാരം. ആ ഒരു നമ്മുടെ നേരത്തെ എറണാകുളത്ത് ആ. ഈ വിശ്വന്തപരിഷത്തിന്റെ കീഴിൽ ഒരു ക്ഷേത്രമുണ്ട്, പാവ- പാവക്കുളം. പാവക്കുളം അവിടെ എല്ലാ ദിവസവും അന്നദാനമുണ്ട്. ആ. നമ്മൾ ഞെട്ടിപ്പോവും, ഉം. എത്ര ആൾക്കാരാണ് വന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതെ അതെ അതും സാറേ ഈ ഭക്ഷണം ഇല്ലാത്തവർ മാത്രമല്ല, അല്ല സുവർണ ക്ഷേത്രം ഭക്തിപൂർവം വലിയ വലിയ പണക്കാരായ ആൾക്കാർ പോലും അവിടെ വന്ന് ഇവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് നമ്മൾ കാണുന്നത്. തന്നെയല്ല, അവിടെ ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ട്, ഒരു വിവാഹ ഹാളുണ്ട്, ഒറ്റ പൈസ കൊടുക്കണ്ട, അതെ, അതെ. സൗജന്യമാണ്. അറിയോ സൗജന്യമാണ്. എത്ര പാവങ്ങൾക്കാണ് അത് പ്രയോജനപ്പെടുന്നത്. സൗജന്യമാണ് അവിടെ സേവനം. ഇങ്ങനെ ഏതെങ്കിലും ഇതൊക്കെ ഈ ഇത്തരം മാതൃകകൾ കണ്ടിട്ട് പോലും നമ്മുടെ സർക്കാരുകൾ, ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ്. RSSനെ ചീത്ത പറയാൻ ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, സേവാഭാരതി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ഇതൊക്കെയാണ് മാനവ സേവ മാധവ സേവ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ പണം മുടക്കിയാൽ യാതൊരു തെറ്റും ഞാൻ പറയില്ല. ഒരു വീട് വെച്ച് കൊടുക്കാൻ പോലും ഇത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കൺവെൻഷൻ സെന്റർ ഉണ്ടാക്കി അതിന്റെ ക്രെഡിറ്റ് സ്റ്റാലിനും സനാതനധർമ്മത്തെ അപഹസിച്ച ഉദയനിധി സ്റ്റാലിൻ ഇപ്പൊ അങ്ങനെ കൊണ്ടുപോകണ്ട. ഇപ്പൊ ഭക്തരുടെ സ്പിരിറ്റും കൂടി വാസ്തവത്തിൽ കോടതി ഭരണഘടനയിലൂടെ ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ നല്ല കാര്യമാണ്, സംരക്ഷിച്ചിരിക്കുകയാണ്. സംരക്ഷിക്കും. 1-ാം പേജിൽ വാർത്തയായിട്ട് വരേണ്ട സംഭവമാണ്. നമ്മുടെ ഈ മതേതര മനോഭാവം ഇച്ചിരി കൂടിപ്പോയതുകൊണ്ട് കടുത്തുപോയത് പേജുകളിൽ 2 കോളമായിട്ട് ചുരുക്കി ആരും വായിക്കാത്ത ഒരു രീതിയിലൊക്കെ കൊടുത്തെങ്കിലും മാതൃഭൂമി ഈ വാർത്ത പ്രസിദ്ധം ചെയ്തത് നല്ലൊരു എല്ലാ പത്രങ്ങളിലും ഉണ്ട് വാർത്ത. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു മൂലയ്ക്ക് 2 കോളത്തിലോ 1 കോളത്തിലോ ഒക്കെ ആയിട്ട് അതാണ്. കാരണം ഹിന്ദുക്കളോട് അത്രയും സ്നേഹമുള്ളവരാണല്ലോ ഇവരൊക്കെ. അപ്പൊ അത് തന്നെയല്ല, അവരുടെ ഒരു ആവശ്യം കൂടിയാണ്. പത്രം ഇങ്ങനെ ഒരു വാർത്ത പ്രാധാന്യത്തോടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചില പോക്കറ്റുകളിൽ നിന്ന് കംപ്ലീറ്റ് ഈ പത്രം ബഹിഷ്കരിക്കും. ആ ഒരു പേടിയും കൂടെ ഉണ്ട്. ആ ഒരു ഡെമോഗ്രഫി ഇവിടെ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. സത്യം നമ്മൾ കാണാതിരുന്നുകൂടാ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടത്. ആ പേടിയാണ് ഇതിൻ്റെ എല്ലാം പ്രേരക വസ്തു. ഹിന്ദു വിരുദ്ധതയുടെ പ്രേരക വസ്തു എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തിയാൽ അതിന് കൂടുതലായിട്ടുള്ള വ്യൂവർഷിപ്പ് കിട്ടും, റീഡർഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. ആ ഒരു ഗതികേടെന്ന് ഞാൻ പറയും. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഗതികേട് ഇനി കൂടുതൽ രൂക്ഷമായിട്ട് വരുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യുന്നുണ്ട്. ഇവർ തന്നെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്ന ഒരു പ്രീണനം ഇവർക്ക് തന്നെ വലിയൊരു ഭാര്യയായി വരുന്നതിൻ്റെയും ഇവരതിൻ്റെ അടിമകളായി തീരുന്നതിൻ്റെയും ഒരു മകുട ഉദാഹരണമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം കോടതി നമുക്ക് ഒരു വഴിവിളക്കം, ഒരു ഓസോൺ പാളി പോലെ നമ്മളെ ശരിക്കും ആഗോള താപനത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ഓസോൺ പാളി പോലെ ഈ കോടതികൾ ഇവിടെ പ്രവർത്തിക്കുന്നത് വളരെ നല്ല കാര്യം. വഖഫ് നിയമത്തിന്റെ കാര്യത്തിലും അതുതന്നെ നമ്മൾ കണ്ടു. അതെ, സുപ്രീം കോടതി വളരെ കൃത്യമായ ശരിയായ നിലപാടെടുത്തു. SIRന്റെ കാര്യത്തിലും നമ്മൾ അത് തന്നെ കണ്ടു.